ഹലോ ഡിയേഴ്സ്, അസ്ജദ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേറ്ററ്റിൻ്റെ കാറ്റഗറി 1, 2 അതുപോലെ 4 ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. ജെറോം എസ് ബ്രൂണർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ അദ്ദേഹം വൈജ്ഞാനിക പഠന സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു പഠന സിദ്ധാന്തം അവതരിപ്പിച്ച ഒരു ലോക പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനാണ് ജെറോം എസ് ബ്രൂണർ. ഓക്കെ, അപ്പോൾ ആ ശാസ്ത്രജ്ഞൻ്റെ ഈ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഈ സ്ലൈഡിൽ കൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കേറ്ററ്റ് എക്സാമിന് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷനാണ്. ജെറോം എസ് ബ്രൂണറുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തവർക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. വൈജ്ഞാനിക പഠന സിദ്ധാന്തം, അതിൻ്റെ ഉപജ്ഞാതാവാണ് ജെറോം എസ് ബ്രൂണർ എന്ന് നമുക്ക് പറയാം. ഈ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തിൽ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബ്രൂണർ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞിട്ടുള്ളത്. 1 ആശയ രൂപീകരണ പ്രക്രിയ, 2 ചാക്രികാരോഹണ രീതി, 3 കണ്ടെത്തൽ പഠനം, 4 ആശയദാന മാതൃക. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം: ആശയ രൂപീകരണ പ്രക്രിയയുടെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ തരും: നോം ചോംസ്കി, അടുത്ത് പിയാഷെ, ബ്രൂണർ, പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷനും കൂടെ വൈഗോട്സ്കി. അപ്പോൾ നമ്മൾ എന്തെഴുതണം? ബ്രൂണർ എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇനി ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ആശയ രൂപീകരണ പ്രക്രിയ എന്ന് വെച്ചാൽ എന്താണ്? ഈ ആശയ രൂപീകരണ പ്രക്രിയ എന്ന് വെച്ചാൽ ഒരു കുട്ടി ഒരു ആശയം രൂപീകരിക്കുന്നതിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ആശയ രൂപീകരണ പ്രക്രിയയെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. അതിലെ 1ാമത്തെ ഘട്ടമാണ് പ്രവർത്തന ഘട്ടം. കുട്ടി എന്ത് ആശയം രൂപീകരിക്കണമെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ വസ്തുക്കൾ വെച്ചുകൊണ്ട് ഒരു പ്രവർത്തനം ചെയ്യുന്നു. അടുത്ത ഘട്ടമാണ് ബിംബന ഘട്ടം. ഇപ്പോൾ ഈ വസ്തുക്കൾ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ വസ്തുക്കൾക്ക് പകരം ചിത്രങ്ങളോ മോഡലുകളോ ഒക്കെ ഉപയോഗിച്ച് ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഘട്ടമാണ് ബിംബന ഘട്ടം. പിന്നെ പ്രതിരൂപാത്മക ഘട്ടം എന്ന് വെച്ചാൽ കുട്ടി അത് മനസ്സിൽ തന്നെ കാണുന്നു, ആ ആശയത്തെ മനസ്സിൽ കാണുന്നതാണ് പ്രതിരൂപാത്മക ഘട്ടം. അപ്പോൾ ബ്രൂണർ അവതരിപ്പിച്ച ആശയ രൂപീകരണ പ്രക്രിയയ്ക്ക് എത്ര ഘട്ടങ്ങളുണ്ട്? അത് 3 ഘട്ടങ്ങളാണ്. ആ 3 ഘട്ടങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ചിലപ്പോൾ ഈ ഘട്ടങ്ങൾ തന്നിട്ട് ഒരു ഉദാത്തീകരണ ഘട്ടം അങ്ങനെയും കൂടെ ഡി ഓപ്ഷന് തന്നിട്ട് ആശയ രൂപീകരണ പ്രക്രിയയിൽ പെട്ടതേത്, പെടാത്തതേത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. അത്രമാത്രം അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് ചാക്രികാരോഹണ രീതി. ഇതിനെക്കുറിച്ച് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞതാണ്. അതിൽ നോക്കൂ, നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നതാണ് ഈ പഠന രീതി കൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്നും പഠിക്കണ്ട. ഈ ചാക്രികാരോഹണ രീതിയുടെ വക്താവ് ആര് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ആൻസർ കൊടുക്കുക? ജെറോം എസ് ബ്രൂണർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ചാക്രികാരോഹണ രീതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, കുട്ടി ഒരറിവ് 1ാം ക്ലാസ്സിൽ നേടി, മഴ പെയ്യുന്നു. അടുത്ത 2ാം ക്ലാസ്സിൽ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ അതിനെക്കുറിച്ച് മഴയായിട്ട് ബന്ധപ്പെടുത്തി ഒരു കവിത പഠിക്കും. 2ാം ക്ലാസ്സിൽ എന്ത് പഠിക്കുന്നു? മഴ പെയ്തപ്പോൾ പ്രകൃതിയിൽ എന്ത് മാറ്റം വന്നു, അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കഥ എന്തെങ്കിലും പഠിക്കും. 3ാം ക്ലാസ്സിൽ ആ മാറ്റം കാരണമാണ് സസ്യങ്ങൾ മുളച്ച് വന്നത്, പിന്നെ സസ്യത്തെക്കുറിച്ച് പഠിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ എന്നിട്ട് വിവിധ തരം മഴ എങ്ങനെ ഉണ്ടാവുന്നു, അങ്ങനത്തെ രീതിയിൽ കുട്ടി നേടിയ അറിവിൽ ഓരോ ക്ലാസ് കഴിയും തോറും അറിവ് ചേർത്തുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് ചാക്രികാരോഹണ രീതി എന്നതുകൊണ്ട് പറയുന്നത്. അടുത്ത് നോക്കൂ, കണ്ടെത്തൽ പഠനം. കണ്ടെത്തൽ പഠനം എന്ന് വെച്ചാൽ എന്താണ്? പഠിതാവ് സ്വയം കണ്ടെത്തി പഠിക്കുന്നതാണ്. അതിനും ചില രീതികളുണ്ട്, മാനസിക പ്രക്രിയകളുണ്ട്. എന്തൊക്കെയാണ്? നിരീക്ഷണം. നമുക്കറിയാം, നമ്മളൊരു കാര്യം കണ്ടെത്തി പഠിക്കുമ്പോൾ, ഇപ്പോൾ യൂട്യൂബിലൂടെയും ഒക്കെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഇല്ലേ, നമ്മൾ കുറേ നിരീക്ഷിക്കും, കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ നിരീക്ഷിക്കും. എന്നിട്ട് ആ കണ്ട ക്ലാസ്സിനെ തരംതിരിക്കും. ഇതാണോ ബെറ്റർ, ഇതാണോ ബെസ്റ്റ്, എന്താണ് ഞാൻ കാണേണ്ടത്. പിന്നെ അതിനെ ഒരു മാനദണ്ഡം വെച്ചിട്ട് അളക്കും, ഏത് കണ്ടാലാണ് എനിക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് കിട്ടുക. പിന്നെ പ്രവചിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു നിഗമനത്തിലെത്തുന്നത്. യെസ്, ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ കണ്ടെത്തൽ പഠനത്തിലെ മാനസിക പ്രക്രിയകളാണ് ഈ പറഞ്ഞത്. അപ്പോൾ കണ്ടെത്തൽ പഠനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? ജെറോം എസ് ബ്രൂണർ എന്ന ശാസ്ത്രജ്ഞൻ. നെക്സ്റ്റ് വൺ, ആശയദാന മാതൃക. കണ്ടെത്തൽ പഠന രീതിയിൽ അധിഷ്ഠിതമായ ഒരു പഠന രീതിയാണ് എന്ത്? ആശയദാന മാതൃക. ഇതിൻ്റെ പേര് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിലും വരുന്നത് നിരീക്ഷണം, താരതമ്യം, തരംതിരിക്കൽ, നിഗമനത്തിലെത്തൽ എന്നീ ഘട്ടങ്ങളാണ് ഈ പ്രക്രിയയിലുള്ളത്.
അപ്പോൾ ഇത്ര കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിനി നോക്കാം എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെന്ന്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കൂ. ആശയദാന മാതൃകയുടെ വക്താവ് ആരാണ്? ഓപ്ഷൻ എ വൈഗോട്സ്കി, ഓപ്ഷൻ ബി ചോംസ്കി, സി ബ്രൂണർ, ഡി ഗാർഡനർ കൊടുത്തിട്ടുണ്ട്. ആരാണ്? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഓപ്ഷൻ സി ബ്രൂണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വൈഗോട്സ്കിയൻ പഠന ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്തത്? കൈത്താങ്ങ് നൽകൽ, ആശയദാന മാതൃക, സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം. ഏതാണ് പൊരുത്തപ്പെടാത്തത്? ആശയദാന മാതൃക. ആശയദാന മാതൃക ആർക്കുള്ളതാണ്? നമുക്കറിയാം. ആർക്കാണ്? ബ്രൂണറിനുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ജെറോം എസ് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത് ഏത്? പ്രവർത്തന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, ബിംബന ഘട്ടം, ഉദഹന ഘട്ടം. ഏതാണ്? ഉദഹന ഘട്ടം. ഓക്കെ, എല്ലാവരും ഈ പോർഷൻസ് പഠിക്കണേ. നല്ല വൃത്തിയായിട്ട് ഈ പേരൊക്കെ എങ്കിലും ഓർത്ത് വയ്ക്കുക. ഈ ജെറോം എസ് ബ്രൂണറിൻ്റേതാണ് എന്തൊക്കെ? ആശയ രൂപീകരണ പ്രക്രിയ, പിന്നെ കണ്ടെത്തൽ പഠനം, ചാക്രികാരോഹണ രീതി, പിന്നെ ആശയദാന മാതൃക. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുക. ഈ പ്രാവശ്യം തന്നെ കേറ്ററ്റ് നേടിയെടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.